ബാർക്കോഴ ആരോപണത്തിൽ ജുഡീഷ്യൽ അന്വേഷണവും വിജിലൻസ് അന്വേഷണവും ആവശ്യപ്പെട്ട് നിയമസഭ സ്തംഭിപ്പിച്ച പ്രതിപക്ഷം. എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ട് UDF MLA-മാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ഇല്ലാത്ത കാര്യം കെട്ടിച്ചമച്ച് എന്തോ ഉണ്ടെന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷ നീക്കമെന്നായിരുന്നു വിമർശനങ്ങൾക്കുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. മദ്യനയം തിരുത്തുന്നതിൽ പ്രാഥമിക ചർച്ചകൾ പോലും ആരംഭിച്ചിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രിയും വ്യക്തമാക്കി. ബാർ ഉടമകൾക്ക് അനുകൂലമായി മദ്യനയം രൂപീകരിക്കും. ബാർ ഉടമ നേതാവ് അനിമോന്റെ വിവാദ ശബ്ദരേഖയാണ് 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷം ആയുധമാക്കിയത്. മദ്യനയം തിരുത്താൻ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ബാർ ഉടമകളും ചേർന്ന ക്രിമിനൽ ഗൂഢാലോചന നടത്തി. വിഷയത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണം അഴിമതിയിലേക്ക് കണ്ണു തുറന്നില്ലെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ റോജി എം ജോൺ. കെടാത്ത തീയും ചാകാത്ത പുഴുവും നിറഞ്ഞ നരകത്തിൽ മാണി വീണുപോകുന്നത് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. കെടാത്ത തീയും ചാകാത്ത പുഴുവും. അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റിൽ മദ്യനയത്തിന്റെ അവിടെ കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ഇനി അതിന്റെ അച്ഛനാരാണെന്ന് അന്വേഷിച്ചാൽ മതി സർ. വേറെ ആളുകളാണ് വന്ന് ഇത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ. പ്രതിപക്ഷാരോപണങ്ങൾ തള്ളിയ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് മദ്യനയവുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രാഥമിക ചർച്ചകൾ പോലും ആരംഭിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ചു. ഭരണപക്ഷത്തിന്റെ കഴുത്തിൽ കുരുക്കിടാൻ കുറെ കാലമായി പ്രതിപക്ഷം നീക്കം നടത്തുന്നുവെന്നും മന്ത്രി ആരോപിച്ചു. മദ്യനയം രൂപീകരിക്കുന്നതിന്റെ ഏറ്റവും പ്രാഥമികമായ ഘട്ടം എക്സൈസ് വകുപ്പ് മന്ത്രി ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി നടത്തുന്ന ചർച്ചയാണ്. ആ പ്രാഥമിക ചർച്ച പോലും ഇതുവരെ നടത്തിയിട്ടില്ല. ഈ കുരുക്കുകളുമായി ഇവിടെ കഴുത്തന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല. അതിന് പാകമായ കഴുത്തുകൾ അപ്പുറത്ത് ധാരാളമുണ്ട്. അന്വേഷണം പ്രഖ്യാപിക്കാൻ പ്രതിപക്ഷം സഭയിൽ ആവർത്തിച്ച് വെല്ലുവിളിച്ചതോടെ മറുപടിയുമായി മുഖ്യമന്ത്രിയും രംഗത്തെത്തി. ഇല്ലാത്തൊരു കാര്യം കെട്ടിച്ചമച്ച് ഇവിടെ എന്തോ സംഭവിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കെട്ടിച്ചമച്ച ഒരു വാദഗതിയാണ് ഇപ്പോൾ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. ഇടതുമുന്നണിയുടെ മുഖത്ത് നോക്കി കാലം കണക്കു ചോദിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞാൻ പണ്ട് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, കാലം വന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി കണക്ക് ചോദിക്കുന്നു. ഇപ്പൊ കാലം വന്ന് കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്ലക്കാർഡും ബാനറും ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. ശ്രീ TP രാമകൃഷ്ണൻ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര റിപ്പോർട്ടർ, തിരുവനന്തപുരം.